എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ കോൾഡ് ആൻഡ് കഫിന്റെ ഒരു സീസൺ ആണ് അല്ലെ ഇത്. ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ചുമ, ജലദോഷം ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഞാനും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനും ഈ ഒരു സമയത്ത് കോൾഡും ചെറുതായിട്ട് കഫും ഉണ്ട്. സോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു, കുട്ടികൾക്ക് ചുമയുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അതേ പുറമേ നിന്നുള്ള അലോപ്പതി, ഹോമിയോ, ആയുർവേദിക് മരുന്നുകളൊന്നും കൊടുക്കാൻ നമുക്ക് വീട്ടിലുള്ള നമ്മുടെ കുറച്ച് കുരുമുളകും മഞ്ഞളും ഒക്കെ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ചുമ മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ് വേറെ എന്തൊക്കെയാണ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുക്കുന്നത് കോൾഡ് വരുമ്പോൾ എന്നൊക്കെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ ഇതൊരു പാർട്ട് 2 ആണ്. കുട്ടികൾക്ക് കോൾഡും കഫും വന്നാൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട കെയർ എന്താണ് എന്നുള്ളത്. അതിൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്താണിത്? ഇത് സോക്സ് ആണ്, നിങ്ങൾക്കറിയാം അല്ലെ. ഇതിന് കുട്ടികൾക്ക് കോൾഡും കഫും വരുമ്പോൾ ഒരു എന്താണ് പറയാ, ഒരു മെയിൻ റോൾ ഉണ്ട് ഇതിന്. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇത് നമുക്കറിയാം കാലിൽ ഇട്ട് കൊടുക്കലല്ലേ എന്നുള്ളത് ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇത് കാലിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് കോൾഡും കഫും വരുമ്പോൾ കാലിൽ ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട്, ഇട്ട് കൊടുക്കാത്തവരും ഉണ്ട്. ഇട്ട് കൊടുക്കാത്തവരോട് ഞാൻ പറയാം, നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫും ഒക്കെ ഉള്ള സമയത്ത്, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെല്ലാം വീടുകളെല്ലാം ടൈലും മാർബണേറ്റും എല്ലാം ഇട്ട് നടക്കുന്നവരാണ്. അപ്പൊ കുട്ടികൾ തണുത്ത സമയം കാലുകൊണ്ട് അതിൽ ചവിട്ടിക്കൊണ്ട് നടക്കാൻ നേരത്തെ തണുപ്പാണ് ഒന്നും കൂടെ കയറുന്നത്. സോ അവരുടെ കോൾഡ് കുറയുന്നതിന് കുറച്ച് സമയം എടുക്കും. നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് കാലായിട്ട് അവരെ വെറും കാലിൽ നടക്കാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് സോക്സ് ഇട്ട് നടക്കാൻ വേണ്ടി നമുക്ക് അനുവദിക്കാം. പക്ഷെ ഈ ഒരു സോക്സിന് ആ ഒരു റോള് മാത്രമല്ല ഉള്ളത്. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ്, അപ്പോൾ പകൽ സമയത്ത് ഉറങ്ങിക്കോട്ടെ, രാത്രി സമയത്ത് ഉറങ്ങിക്കോട്ടെ, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കുട്ടികളുടെ കാലിൽ സോക്സ് ഇട്ട് കൊടുക്കുക. ഇത് മാത്രമായിട്ടല്ല, കൂടത്തിൽ ഈ ഒരു ബേബി റബ്ബ് എന്നും പറഞ്ഞുകൊണ്ടുള്ള വിക്സിന്റെ ബേബി റബ്ബ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഒരു വിക്സ് ഉണ്ട്. വാപ്പോ റബ്ബ് അല്ല, ബേബി റബ്ബാണ് പറയുന്നത്. അത് നിങ്ങൾ വാങ്ങി കുട്ടികളുടെ കാലിന്റെ അടിയിൽ, ഞാൻ കാണിച്ചു തരാം ജോന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അവരുടെ കാലിന്റെ അടിയിൽ ഇതിൽ നിന്ന് കുറച്ച് വിക്സ് എടുത്തിട്ട് അവരുടെ കാലിന്റെ അടിയിൽ നിങ്ങൾ തൂത്ത് കൊടുത്തിട്ട് ഈ സോക്സ് ഇട്ട് കൊടുക്കുക. അതായത് 2 കാലിലും സോക്സ് ഇട്ട് കൊടുക്കുക. കൈകളിലും കൂടെ ആളുകൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കൈകളിൽ ഞാൻ സജസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ഞാൻ കൈകൾ ഇട്ട് കൊടുത്ത സമയത്തൊക്കെ ചിലപ്പോൾ അവനെ സ്വയം ഊരിക്കളയാറുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ അവരത് വായിൽ വെക്കാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ മാക്സിമം ഞാൻ ഒഴിവാക്കുന്നത്. അപ്പൊ കാലിലാകുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. ഇത് കാലിൽ നമ്മൾ വിക്സ് തൂത്തിട്ട് ഒന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് നമ്മൾ ഈ സോക്സ് ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് കോൾഡും കഫും വരുന്ന സമയത്ത് ഏറ്റവും അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് മൂക്കടഞ്ഞു പോവുക, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന് ഒരു ചെറിയൊരു ട്രബിള് വരിക എന്നുള്ളത്. അതങ്ങ് മാറിക്കിട്ടും. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. കുട്ടികൾക്ക് അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ നന്നായി സുഖമായി കുട്ടികൾ കടന്ന് ഉറങ്ങും. അവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യമല്ല കേട്ടോ. അതായത് ഒരു തവണ എൻ്റെ മോന് ഈ ഒരു കോൾഡും കഫും ഒക്കെ ഒരു വന്ന സമയത്ത്, കുറച്ച് ചെറുതായിരുന്ന സമയത്താട്ടോ, ഞാൻ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു, രാത്രിയിൽ തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല ജോൻ. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ കുഞ്ഞിന് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണ് ചെയ്തത്, അത് കുഴപ്പമില്ല, കാലിൽ വിക്സ് കുത്ത് സോക്സ് ഇട്ട് കൊടുക്കൂ, അപ്പം നല്ലപോലെ ഉറക്കം കിട്ടിക്കോളും. അപ്പം ബ്രീത്തിങ് ഓക്കെ ആവും. മൂക്കൊക്കെ അടയുന്നത് കൊണ്ടാണ് അവർക്കത് ഉറങ്ങാൻ പറ്റാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പം സയന്റിഫിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ സ്റ്റഡീസും വേറെ അതിന് പ്രൂവ് ചെയ്യാൻ പാത്രണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് തോന്നി. ഇപ്പം നമ്മുടെ നാട്ടിൽ പച്ചമരുന്നും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തരുമ്പോൾ അത് സയന്റിഫിക്കലി അല്ലെങ്കിൽ മെഡിക്കലി അത് പ്രൂവഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു പ്രൂഫും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയും പോലെയാണ് ഈ ഒരു സംഭവം. അവരുടെ കാലിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവരുടെ കാലിൽ, കാരണം ഒരിക്കലും കുട്ടികൾക്ക് ഈ ബേബി റബ്ബ് ഒക്കെ എടുത്തിട്ട് മൂക്കിൽ ഡയറക്റ്റ് വലിപ്പിക്കരുത്. നമ്മളിപ്പോൾ കോൾഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മൂക്കിൽ ഡയറക്റ്റ് വലിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് വലിപ്പിക്കാൻ പാടില്ല. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇത് 3 മാസം തൊട്ടുള്ള കുട്ടികളൊക്കെ ഇത് പാടുള്ളൂ. 3 മാസമായ കുട്ടികളെ തൊട്ടേ ഇത് ചെയ്യാവുള്ളൂ. അതിൽ താഴെ കുട്ടികളെ ഇത് ചെയ്യരുത്. ഇതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം, ഈ ബേബി റബ്ബിനെ കുറിച്ചിട്ടുള്ളത്. കാരണം ഇത് പലർക്കും അറിയത്തില്ല. സോ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാലില്, കുഞ്ഞുങ്ങളുടെ കാലില് 3 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ കാല് തൊട്ട് നിങ്ങൾക്ക് ഈ ബേബി റബ്ബ് കുറച്ച് 2 കാലിലും തൂത്ത് ഒന്നിങ്ങനെ മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിനു ശേഷം ഈ സോക്സ് ഇട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് നിങ്ങൾ ഉറക്കുക. നല്ല സുഖമായിട്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റും. അത് മാത്രമല്ല, അവരുടെ ആ ഒരു ജലദോഷം എന്ന് പറയുന്നത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു
ആശ്വാസം കിട്ടിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് പകൽ സമയത്ത് ഉറങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ കുറയും. ഇപ്പം എൻ്റെ മോൻ്റെ ആണെങ്കിൽ തന്നെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ജലദോഷം. അപ്പം പിന്നെ ഒരു ചെറിയൊരു കഫും കൂടെ ബാക്കിയുള്ളൂ. അത് ഞാൻ വേറെ പുറമേ നിന്നുള്ള ഒരു മരുന്നും അല്ലാതെ വീട്ടിലെ മരുന്നുകൊണ്ട് തന്നെ ഞാൻ സംഭവം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതും ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചു നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. കാരണം എന്നോട് ഇത് പറഞ്ഞു തന്നത് ഒരു ഡോക്ടറാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ഞാനിത് എൻ്റെ മോന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട്. കാരണം ഇത് വേറെ ദോഷമൊന്നുമില്ല. അവരുടെ കാലിൻ്റെ അടിയിലാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്, അല്ലാതെ അവരുടെ ഉള്ളിലോട്ട് കയറോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവരുടെ കാലിൻ്റെ അടിയിൽ കുറേ നെർവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളത് അവിടെ അപ്ലൈ ചെയ്ത് സോക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഫുൾ ഒരു സൂത്തനിങ് ആണ് അവരുടെ ബോഡിക്ക് വരുന്നത്. അതായത് ഫുള്ളൊരു ബോഡീനെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ, കഫൊക്കെ നിറഞ്ഞ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറി ഇവർക്ക് നല്ലപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് ഞാൻ എൻ്റെ മോൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ എൻ്റെ കുട്ടികൾക്ക് കഫും കോൾഡും വരുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ടിപ്പ്, ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമായ കാര്യമാണ്. ഈ ഒരു ബേബി റബ്ബ് വാങ്ങി നിങ്ങൾ കുട്ടികളുടെ കാലിൽ തേച്ച് കൊടുക്കുക, എന്നിട്ട് സോക്സ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സോക്സ് എന്ന് പറയുന്നതിന് ഒരു വലിയ റോളുണ്ട് കുട്ടികൾക്ക് കോൾഡും കഫും വന്നു കഴിഞ്ഞാൽ. ഇതാരും മറക്കാതിരിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.